ഈ ക്വസ്റ്റ്യൻ നോക്കാം. In each of the exercise, find the equation of the parabola satisfying the given conditions. ഇവിടെ ഒരു പരാബോളയുടെ ഫോക്കസ് 0,-3, ഡയറക്ട്രിക്സ് y = 3. ഇതെങ്ങനെ ചെയ്യാം? നമുക്കൊന്ന് റഫായിട്ട് വരച്ച് നോക്കാം അല്ലേ? റഫായിട്ടൊന്ന് വരയ്ക്കാം. ഫോക്കസ് 0,-3 ആണ്. 0,-3 എവിടെയാണ്? വൈ ആക്സിസിലാണെന്ന് അറിയാമല്ലോ. 0,-3 വൈ ആക്സിസിലാണ്, താഴെയാണ്, ഒറിജിൻ്റെ താഴെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പരാബോള. ഇത് ഞാനിപ്പോൾ റഫായിട്ട് വരച്ചതാണേ. ഇങ്ങനെയാണ് പരാബോള പോകുന്നത്. കാരണം പരാബോളയുടെ ഉള്ളിലായിരിക്കണം ഫോക്കസ്. മറ്റേ രീതിയിൽ മുകളിലോട്ട് വരച്ചാൽ ശരിയാവില്ലല്ലോ. ഇങ്ങനെ വരണം, എന്നാലേ ശരിയാവുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളെ പരാബോള. ഡയറക്ട്രിക്സ് വേണമെങ്കിൽ നോക്കാം. അത് നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലായി പരാബോള എന്താണെന്നുള്ളത്. ഇവിടെ ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസാണ് എ എന്ന് പറയുന്നത്. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസാണ് എ. എ = എന്താണെന്ന് പറയാമോ? എ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്. നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് സൈൻ എടുത്താൽ തെറ്റും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കരുത്, എ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. കോർഡിനേറ്റ് എഴുതുമ്പോൾ സൈൻ ഇടണമെന്ന് മാത്രം. അപ്പോൾ ഇതൊരു ടൈപ്പ് 4 പരാബോളയാണ്, ഡൗൺവേർഡ് പരാബോള. ഇക്വേഷൻ വരുന്നത് x² = -4ay എന്നാണ്. ഓർമ്മയുണ്ടല്ലോ, x² = -4ay. ഇത് x² = -4 × a. a3 അല്ലേ? ഓർ x² = -12y ആണ് ആൻസർ.